തൃശൂർ അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ലഹരി പരിശോധനയ്ക്ക് ഇറങ്ങുന്നത് ഇരുചക്രവാഹനത്തിൽ. ഓഫീസിലുള്ള 3 ജീപ്പുകളും 1 വർഷമായി കട്ടപ്പുറത്തായതോടെയാണ് ഇരുചക്രവാഹനത്തിൽ പരിശോധനയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നത്. പുതിയ വാഹനം സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ കിട്ടിയിട്ടില്ല. ഓപ്പറേഷൻ തണ്ടർ കൂടി വന്നതോടെ വ്യാപക പരിശോധന നടത്തേണ്ടതുണ്ട്. റേഞ്ച് പരിധിയിലുള്ള 25 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് വരെ എത്തേണ്ട ഉദ്യോഗസ്ഥരാണ് വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓപ്പറേഷൻ തൂഫാനും തണ്ടറുമൊക്കെ എക്സൈസും പോലീസുമൊക്കെ ലഹരി മാഫിയകൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ്. എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് ചലിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ചലിക്കാനൊരു വാഹനമില്ലാതെ അന്തിക്കാട് എക്സൈസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, എനിക്ക് പിന്നിൽ കാണുന്ന ഈ 3 എക്സൈസ് വാഹനങ്ങൾ എന്താണെന്നുള്ളത്. പക്ഷേ ഇത് 3ഉം കട്ടപ്പുറത്തായ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാഹനമില്ലാത്തൊരു അവസ്ഥയാണ്. 1 വർഷമായി 3 ജീപ്പുകളും അന്തിക്കാട് എക്സൈസിലെ ഈ 3 ജീപ്പുകളും കട്ടപ്പുറത്താണ്. ഇപ്പോൾ നിലവിൽ ഈ ഉദ്യോഗസ്ഥർ ലഹരി പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു പരിശോധനകൾക്കോ പോകുന്നത് ഇരുചക്ര വാഹനങ്ങളാണ്. ഈ ഒരു കാലാവസ്ഥയിൽ മഴയത്തും വെയിലത്തുമൊക്കെ ഇങ്ങനെ ലഹരി പിടിക്കാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളടക്കം പോകുന്നത് ഇരുചക്ര വാഹനങ്ങളാണെന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. വാഹനം പുതിയത് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അത് ഉടൻ തന്നെ അനുവദിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരും ജനപ്രതിനിധികളുമൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇനിയും ഒരു വാഹനം അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ നിന്നു പോകുന്ന, അല്ലെങ്കിൽ അത് വലിയ പരിമിതികൾ ഉണ്ടാക്കുമെന്നാണ്. ഇപ്പോൾ എക്സൈസിന് ഈ 3 വാഹനം കട്ടപ്പുറത്തായിട്ട് 1 വർഷമായി. പുതിയൊരു ജീപ്പ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ തൂഫാനും തണ്ടറും ഒക്കെ വലിയ രീതിയിൽ നന്നായി പോവുകയാണ്. അപ്പോൾ അത് എക്സൈസിന് ഒരു ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പോലീസിനും അതുപോലെ എക്സൈസിനും വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുന്ന ഈ ജീപ്പുകളൊക്കെ അതത് കാലഘട്ടത്തിൽ ലേലം ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് മറ്റൊരു ജീപ്പ് വാങ്ങാനുള്ള സംവിധാനമൊക്കെ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയും എക്സൈസ് ഓഫീസിൻ്റെയും ഒക്കെ മുന്നിൽ ധാരാളം വാഹനങ്ങൾ പിടിച്ചിട്ട് തുരുമ്പിടിച്ചു പോവുകയാണ്. അതൊക്കെ അതത് കാലഘട്ടത്തിൽ അതിദ്രുതം ലേലം ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ തുക കിട്ടുകയും ആ തുകയൊക്കെ ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രത്യാശ. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് എക്സൈസിനും പോലീസിനും ഒക്കെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല. നിന്ന് പോകുന്നതൊക്കെ അപ്പോൾ അത് പ്രചരണം മാത്രമായിട്ട് മാറരുത്. ഇത്തരം സംവിധാനങ്ങളെ കാരണം ഈ ലഹരി മാഫിയ നിർത്തല്ല ചെയ്യുക, അവർ ബിസിനസ്സാണ്. അത് പുതിയ തലത്തിലേക്ക് വ്യാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടെക്നോളജിയോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാറിയില്ലെങ്കിൽ ഇതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. വളരെ അടിയന്തരമായിട്ട് ഇവിടേക്ക് ജീപ്പ് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, കുറച്ചാളായിട്ട് അത് ഓടാണ്ടായി. ഇപ്പോൾ 3ഉം കട്ടപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോൾ 3 ജീപ്പും ഇത്തരത്തിൽ കട്ടപ്പുറത്തായി തുരുമ്പ് പിടിച്ച് ലേലം ചെയ്യാൻ വെച്ചൊരു അവസ്ഥയാണ്. അടാട്ട്, പുഴയ്ക്കൽ അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളി തുടങ്ങി 25 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ വരെ പരിധിയിൽ പെടുന്ന ഒരു റേഞ്ചാണ് ഈ അന്തിക്കാട് എക്സൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് വരെ പോയി പരിശോധനകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അവർക്ക് മതിയായ സൗകര്യങ്ങളില്ല, വാഹനങ്ങളില്ല എന്നത് ഒരു വലിയ പരിമിതിയാണ്. എന്തായാലും ഒരു പുതിയ ജീപ്പ് എത്രയും പെട്ടെന്ന് അന്തിക്കാട് എക്സൈസ് റേഞ്ചിന് അനുവദിച്ച് കൊടുക്കണമെന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.